കൂട്ടുകാരേ എല്ലാവരും ആയോ? ഇന്ന് നമുക്കേ കഞ്ഞിയിലേക്കൊക്കെ തൊട്ട് കൂട്ടാൻ പച്ചമുളക് വെച്ചിട്ട് ഒരു ചെറിയൊരു അച്ചാർ കൂടെ ഉണ്ടാക്കാം. അച്ചാറെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു തൊട്ട് കൂട്ടാൻ ഒരു സൈഡ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ പച്ചമുളക്, നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അതെടുത്തോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നടുക അങ്ങോട്ട് കീറിൻ്റെ കേട്ടോ. അല്ലെങ്കിൽ കീറിയില്ലെങ്കിൽ ഈ സാധനം വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ആകെ പൊട്ടി തെറിക്കും കേട്ടോ, ബോംബ് പൊട്ടണ പോലെ പൊട്ടും. അപ്പോൾ അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നടു ഒന്നിങ്ങനെ കീറുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മളെന്ത് കടുക് പൊട്ടിക്കുക. ആദ്യം തന്നെ നമ്മുടെ മിളകിനെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വറുത്ത് കോരി വെച്ചോട്ടാ. അപ്പോൾ അതങ്ങോട്ട് നല്ലോണം വറുത്ത് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണ തരത്തിലത്തൊക്കെ ഒന്ന് നല്ലോണം മാറിയിട്ട് ആ മിളകിനെ അങ്ങോട്ട് വറുത്തിട്ട് അങ്ങോട്ട് കോരി മാറ്റി വെച്ചോ. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ഇടുന്നത് കടുക് പൊട്ടിക്കുക. അച്ചാറുണ്ടാക്കണ പോലെ തന്നെ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കുക. ആ പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. കുറച്ച് വേപ്പല ഇടുക. പിന്നെ ഈ നേരത്ത് വേണമെങ്കിൽ നിങ്ങൾ മുളക് പൊടി ഇട്ടോട്ടാ. മുളക് പൊടിയും ഇടുക. ഞാൻ പക്ഷേ മുളക് പൊടി ചൂടായി കാരണം ഞാൻ ഇട്ടില്ല, ലാസ്റ്റ് ഇടാന്ന് വെച്ചു. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഞാൻ കുറച്ച് പുളി, നമ്മുടെ സാമ്പാർ പുളി ഉണ്ടല്ലോ, അതങ്ങോട്ട് പിഴിഞ്ഞിട്ട് ആ പുളി ഒഴിച്ചു. പിന്നെ കുറച്ച് ഒരു അച്ച് ബെല്ലെടുത്തിട്ടുണ്ട്, അതൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഇട്ടു ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതിലങ്ങോട്ട് കിടന്ന് പാകത്തിന് ഉപ്പിട്ട് അതിലതങ്ങോട്ട് കിടന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഈ പച്ചമുളക് അതിൽ കിടന്നിട്ട് അങ്ങോട്ട് വേവട്ടെ. നിങ്ങൾക്ക് മുളക് ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി മുമ്പ് ഇടണമെങ്കിൽ നിങ്ങൾ മൂപ്പിക്കുന്ന നേരത്ത് ഇട്ടോ. പക്ഷേ ഞാൻ ചട്ടി നല്ലോണം ഇരുമ്പ് ചട്ടിയായ കാരണം നല്ല ചൂടുണ്ടായി അത് കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ഈ മുളക്, നമ്മുടെ ചുവന്ന മുളക് ഉണ്ടല്ലോ പൊടി, ആ പൊടി ഇട്ട് ലാസ്റ്റാണ് പൊടി ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്, ലേശം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ കായപ്പൊടി ഇട്ടു. പിന്നെ നിങ്ങൾ ഉപ്പ് നോക്കുക എങ്ങനെയുണ്ടോയെന്ന്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ആ ഉപ്പും അതിലിടുക. നല്ല സാധനമാണ് കേട്ടോ. നമുക്കൊരു എരിവും ഒരു പുളിയും നമുക്ക് ചോറിലേക്ക് മാത്രമല്ല, ചോറും കഞ്ഞിയിലേക്ക് മാത്രമൊന്നല്ല, ബിരിയാണിയിലേക്കൊക്കെ തൊട്ട് കൂട്ടാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വലിയ എരിവൊന്നുമില്ല പച്ചമുളകായാലും. അപ്പം നമുക്കൊന്നാലും തൊട്ട് കൂട്ടാനായിട്ടുള്ളൊരു മധുരവും പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പച്ചമുളക് അച്ചാറിന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടാ കൂട്ടരെ, മറക്കരുത് കേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടാ.